പഞ്ചാബിനെ തോൽപ്പിച്ച് CSK ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ജഡേജയാണ് മികച്ച ബോളിംഗ് ഇന്ന് പുറത്തെടുത്തത്. പഞ്ചാബിനെ എറിഞ്ഞൊതുക്കി. CSK ഇന്ന് 160 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കളി ചെന്നൈ തോൽക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ചെന്നൈ ബൗളിങ്ങിൽ കളി തിരിച്ചു പിടിച്ചു. ഇന്ന് കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഡേഞ്ചർ സോണിലായിരുന്നു. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ മാച്ച് തോറ്റാൽ പ്ലേ ഓഫിലേക്ക് പോകാൻ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പ്ലാനോട് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് കളി ജയിച്ചു. ഞങ്ങൾക്കിന്ന് പിഴച്ചത് ബാറ്റിങ്ങിലായിരുന്നു. ആകെ കൂടി കുറച്ച് റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കളി തോൽക്കുമെന്ന പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ബൗളിങ്ങിൽ തിരിച്ചു പിടിച്ചു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം പ്ലേ ഓഫ് ആണ്. ഈ IPL ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാജസ്ഥാൻ ടീമിനെയാണ്. അവർക്കെതിരെ ജയിക്കാൻ ഈസിയല്ല. എങ്കിലും ഞങ്ങൾ അവരെയും തോൽപ്പിച്ച് ഇപ്രാവശ്യം കപ്പ് നേടുമെന്ന് MS ധോണി വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. ഇന്നത്തെ മാച്ചിൽ മികച്ച വിജയമാണ് ചെന്നൈ നേടിയത്. ഇന്ന് ചെന്നൈ തോറ്റെങ്കിൽ അതവർക്ക് പണിയായേനെ. ഇന്ന് പഞ്ചാബ് കളി തോറ്റപ്പോൾ അവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് കയറി വരാൻ സാധിക്കില്ല. ചെന്നൈ ആണെങ്കിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചെന്നൈ ഇന്ന് ബാറ്റിങ്ങിൽ മോശം കളിയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ജഡേജ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ജഡേജ മികച്ച കളി പുറത്തെടുത്ത് നല്ലൊരു സ്കോർ ചെന്നൈ ടീമിന് നേടിക്കൊടുത്തു. ഇന്ന് ധോണി കളി കഴിഞ്ഞ് പറഞ്ഞത് അവരേറ്റവും കൂടുതൽ പേടിക്കുന്ന ടീം രാജസ്ഥാനാണെന്നാണ്. അത് CSK മാത്രമല്ല, ഒരുവിധം എല്ലാ ടീമുകളും പേടിക്കുന്നത് രാജസ്ഥാനെ തന്നെയാണ്. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. സഞ്ജു ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. സഞ്ജു ഇപ്രാവശ്യം രാജസ്ഥാൻ ടീമിന് കപ്പ് നേടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.